നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 2024 ജൂൺ മാസം 25-ാം തീയതി. തൊഴിൽ മേഖലയിലും വ്യക്തി ജീവിതത്തിലും ഓരോ കൂറുകാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ലഭിക്കുക എന്നറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. അശ്വതി, ഭരണി, കാർത്തികകാൽ ഇവ ചേർന്ന മേടക്കൂറ്. കുടുംബകലഹം പരിഹരിക്കാൻ സാധിക്കും. കർമ്മഗുണം കാണുന്നു. ഉദ്ദിഷ്ട കാര്യസിദ്ധി, സൗഹൃദങ്ങൾ ഗുണം ചെയ്യും. യശസ് വർദ്ധിക്കും. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറ്. മത്സര രംഗത്ത് കഴിവ് തെളിയിക്കും. സർക്കാർ ആനുകൂല്യം എളുപ്പത്തിൽ ലഭിക്കും. എല്ലാ രംഗത്തും അഭിവൃദ്ധി ഉണ്ടാകും. വസ്തുക്രയ വിക്രയം വന്നുചേരും. മകീരം അവസാന പകുതി, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഇവ ചേർന്ന മിഥുനക്കൂറ്. ബന്ധുഗുണം വന്നുചേരും. കർമ്മരംഗത്ത് അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൂരയാത്രകൾ ഗുണകരമാകും. ഒരു ഉത്തമ ഗുരുവിനെ കണ്ടുമുട്ടും. പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം ഇവ ചേർന്ന കർക്കിടകക്കൂറ്. ദൂരയാത്രകൾ ഗുണകരമാകും. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കും. കർമ്മമാറ്റം ഗുണം ചെയ്യും. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കും. ഉദ്യോഗ സംബന്ധമായ യാത്രകൾ വേണ്ടിവരും. മകം, പൂരം, ഉത്രത്തിൽക്കാൽ ഇവ ചേർന്ന ചിങ്ങക്കൂറ്. കാര്യസാധ്യം ഉണ്ടാകും. ശരിയായ വ്യായാമത്തിലൂടെ ശാരീരിക അസ്വസ്ഥതകൾ മാറ്റാൻ സാധിക്കും. പുതിയ പദ്ധതികളിൽ പണം മുടക്കും. ബന്ധുഗുണം വർദ്ധിക്കും. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. പങ്കുകച്ചവടം ലാഭകരമാകും. ഉത്രത്തിൽ മുക്കാൽ, അത്തം, ചിത്തിര ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറ്. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാകും. ദൂരദേശയാത്രകൾ ആവശ്യമായി വരും. ജോലിയിൽ ഉയർച്ചയുണ്ടാകും. പുതിയ തൊഴിലിൽ പ്രവേശിക്കും. സന്താനങ്ങൾ മൂലം സന്തോഷം അനുഭവപ്പെടും. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഇവ ചേർന്ന തുലാക്കൂറ്. പുതിയ തൊഴിലിൽ പ്രവേശിക്കും. ഭക്ഷണ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. സൽകീർത്തി ഉണ്ടാകും. ലഘുവായ അപകടങ്ങളെ കരുതിയിരിക്കണം. മനോധൈര്യം വർദ്ധിക്കും. വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറ്. ലഘുവായ അപകടങ്ങളെ കരുതിയിരിക്കണം. നേതൃഗുണം വർദ്ധിക്കും. ദൂരദേശവാസത്തിന് സാധ്യതയുണ്ട്. കുടുംബ ബാധ്യതകൾ വർദ്ധിക്കും. ആരോഗ്യകാര്യത്തിൽ വളരെ അധികം ശ്രദ്ധിക്കുക. മൂലം, പൂരാടം, ഉത്രാടത്തിൽക്കാൽ ഇവ ചേർന്ന ധനുക്കൂറ്. വ്യവഹാരങ്ങളിൽ പരാജയഭീതി വേണ്ട. നേതൃഗുണം പ്രകടിപ്പിക്കും. തൊഴിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. പുതിയ വാഹന സാധ്യത കാണുന്നു. സൽകീർത്തി വർദ്ധിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകും. ദൈവാധീനം അനുഭവപ്പെടും. ഉത്രാടത്തിൽ മുക്കാൽ, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറ്. ദൈവാധീനം ഉണ്ടാകും. ദാമ്പത്യ ഐക്യം ഉണ്ടാകും. കലാകാരന്മാർക്ക് ഉന്നതി ഉണ്ടാവും. ഭൂസ്വത്ത് ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാകും. അവിട്ടം അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറ്. അപ്രതീക്ഷിത ധനാഗമം ഉണ്ടാവും. അസമയത്തുള്ള യാത്ര ഒഴിവാക്കണം. സന്താനങ്ങളുടെ വിവാഹ ജീവിതത്തിൽ തീരുമാനമുണ്ടാകും. പൊതുപ്രവർത്തകർക്ക് സ്ഥാനമാനം ഉണ്ടാകും. പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവ ചേർന്ന മീനക്കൂറ്. കുടുംബസുഖം ഉണ്ടാകും. പ്രമോഷൻ സാധ്യത തടസ്സപ്പെടും. ശത്രുക്കളെ മിത്രങ്ങളാക്കാൻ സഹായിക്കും. ദൈവാധീനം വർദ്ധിക്കും. നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സമയം പോലെ കുറിച്ചെടുത്ത് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി, നമസ്കാരം.